വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഗൈസ്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ അതിന് പുറമെ ഒരു റീസൺ കൂടിയുണ്ട്. ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ചാനലിൽ 100 വീഡിയോസ് ആവും. ഐ ആം സോ ഹാപ്പി ഗൈസ്. എനിക്കറിയില്ല എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്നുള്ളത്. ഐ എം സോ ഹാപ്പി. ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ കേക്ക് ഉണ്ടാക്കി ഞാൻ തന്നെ മുറിക്കുന്നുണ്ട്. കാരണം എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞപ്പോൾ കേക്ക് ഉണ്ടാക്കി അത് കട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ആ സമയത്ത് എനിക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ടൈം ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ടൈം കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു കേക്ക് ഉണ്ടാക്കി പെട്ടെന്ന് അത് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു. ആ ടൈമിൽ എനിക്ക് 124 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് 128 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ എന്തായാലും പുതുതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു സോ മച്ച്. നേരത്തെ ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ കേക്ക് വലിയ അടിപൊളിയും കിടിലമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറേ പോരായ്മകളും ഒക്കെ ഉണ്ട്. കാരണം എൻ്റെ കയ്യിൽ സാധനങ്ങൾ കുറവായിരുന്നു. പിന്നെ ഞാൻ വലിയ പ്രൊഫഷണൽ കേക്ക് ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല. എനിക്കറിയാവുന്ന രീതിയിൽ ചെറുതായിട്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കി അത് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഇനി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ. അപ്പോൾ കമോൺ ഗേസ്, നമുക്ക് കേക്ക് ഉണ്ടാക്കാം. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല. കാരണം ഇതെൻ്റെ റെസിപ്പിയല്ല, ഞാൻ യൂട്യൂബ് നോക്കി ഉണ്ടാക്കുന്ന കേക്കാണ്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഗൈസ്, നമുക്ക് നമ്മുടെ കേക്ക് പാത്രത്തിലേക്ക് തട്ടിയിടാം. നമ്മുടെ കുക്കർ കേക്ക് ഇങ്ങനെ തട്ടിയാൽ വരുമോയെന്ന് അറിയില്ല. എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്. എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വന്നു ഗൈസ്. നമ്മുടെ കേക്ക് കുഞ്ഞു കേക്കാട്ടോ ഉണ്ടാക്കി. എനിക്ക് നാളെ എന്തായാലും പോകണം. അപ്പോൾ എനിക്ക് തിന്ന് തീർക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞു കേക്ക് ഉണ്ടാക്കി. നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം വലിയ കേക്കായിട്ട് തോന്നിക്കും.
നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഉണങ്ങാൻ വേണ്ടി തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കത്തിയിടണം. എൻ്റെ അടിയിലത്തെ ബട്ടർ പേപ്പർ പറിക്കണം. സോഫ്റ്റ് കേക്ക് ഗൈസ്. ഇത് ഇനി ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്കും ഞാൻ പോയി വിപ്പിംഗ് ക്രീമൊക്കെ സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ വിപ്പിംഗ് ക്രീമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. ഇത്രയും നേരം ഞാൻ ചെയ്തെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് കവർ. ഇതെന്ന് വെച്ചാൽ ഞാൻ കേക്ക് മേടിച്ചപ്പോൾ കിട്ടിയ പ്ലാസ്റ്റിക് കവർ. അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും നോസിൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരെണ്ണം അറ്റം മുറിച്ചിട്ട് അവിടെ ഇട്ട് കൊടുക്കുക. ഇതെന്തിനാണെന്ന് മനസ്സിലായോ? പൈപ്പിംഗ് ബാഗിന് പകരം. എൻ്റെ കയ്യിലില്ല പൈപ്പിംഗ് ബാഗ്. ഇത് പണ്ടത്തെ ഇവിടെ ഇരുന്നൊരു നോസിലാണ്. അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഈ പ്ലാസ്റ്റിക് കൂടും കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ക്രീം ഇട്ടിട്ട് പൈപ്പിംഗ് ബാഗിന് പകരം ഉപയോഗിക്കുക. ഇതാകുമ്പോൾ റീയൂസബിളും ആണ്. ബട്ട് അപ്പോഴത്തേക്കും കറണ്ട് പോയി കേസ്. കറണ്ടിനൊരു ടൈമിംഗ് ഇല്ല. പിന്നെ ലൈറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നില്ലേ. ഇപ്പം തന്നെ കറണ്ട് വരുമായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതേ കേസ് നമ്മുടെ പൈപ്പിംഗ് ബാഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് എയർ കയറി വരും. അതൊരു ചെറിയ പ്രശ്നമുള്ളത്. അപ്പം അങ്ങനെ കറണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കേക്കിലേക്ക് ക്രീം തേച്ച് തുടങ്ങാം. നിങ്ങൾ ഞാൻ തേക്കുന്നു എന്ന് കണ്ടിട്ട് ഒന്നും വിചാരിക്കില്ലേ. കാരണം എനിക്കധികം എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ ആ പാടെ 1-2 വട്ടം കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ വേണം ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണാൻ. പല കുഴപ്പങ്ങളും ഉണ്ടാവും.
സ്വാഭാവികം. പിന്നെ ഗൈസ് ഒരു വിധത്തിൽ ഞാൻ കേക്ക് ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് എന്ത് ലുക്കാണെന്നൊന്നും എനിക്കറിയത്തില്ല, ബട്ട് ഈ ഒരു ലുക്കിലായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ചില സ്ഥലത്ത് ക്രീം വന്നിട്ടില്ല, അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എൻ്റെ അമ്മോ, ഈ കത്തി വെച്ച് ശരിയാക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചു. എൻ്റെ കയ്യിൽ വേറെ ടൂൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊരു വിധത്തിൽ ശരിയാവുന്നില്ല. ഞാനെന്ത് ചെയ്യാനാ? ബാക്കിലാരാ വന്ന് ഒളിഞ്ഞു നോക്കുന്നേ? ഇതൊരു വിധത്തിലും എടുക്കുന്നില്ല കേസ്. ഞാൻ ഇവിടുന്ന് ശരിയാക്കുമ്പോൾ അപ്പുറത്തുനിന്ന് പോകും, അപ്പുറത്തുനിന്ന് ശരിയാക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് പോകും. ഇതാണിപ്പോൾ ഈ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വിധത്തിലും അനുസരിക്കുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ കുറേ ക്രീമൊക്കെ ഇട്ട് പൊത്തി ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മോ, വലിയ കുഴപ്പമില്ലല്ലേ? അത്യാവശ്യം കൊള്ളാം. ഞാനുണ്ടാക്കിയോണ്ട് കുഴപ്പമുണ്ടാവില്ല. എന്നാലും ഇവിടെ എന്തൊക്കെയോ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ബട്ട് സാരമില്ല, എവിടെ ഇരിക്കട്ടെ. നമുക്ക് അത് മാറ്റാനായിട്ട് നമുക്ക് മുകളിൽ താഴെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാം. ഇപ്പോൾ ഡിസൈൻ കൊടുത്ത് കൊള്ളാവോ ദൈവമേ? നമുക്ക് നോക്കാം. അങ്ങനെ ഡിസൈനൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ ക്രീമൊക്കെ പൈപ്പിംഗ് ബാഗിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചുമ്മാ പ്ലേറ്റിൽ ട്രയൽ ചെയ്ത് നോക്കാം. കേക്കിൽ ഡയറക്റ്റായിട്ട് ചെയ്തിട്ട് കുളമായാലും കുഴപ്പമില്ല, മര്യാദയ്ക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് ചെയ്ത് നോക്കാം. ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ബോറായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പറയരുത് കേട്ടോ ഗൈസ്. എനിക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അത്ര എക്സ്പീരിയൻസ് കുറവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. അതിനിടയ്ക്ക് എന്നെ എന്തൊക്കെയോ കടിക്കുന്നു, കൊതുകാന്ന് തോന്നുന്നു. എന്തില്ലാട്ടെ, അതുകൊണ്ടാണ് ലുക്ക് ബോറായാലും അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ സാധനങ്ങളും സാമഗ്രികളും ഒക്കെ കുറവാണ്, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടാണ് ഈ കേക്കിൻ്റെ ലുക്ക് ഇത്രയെങ്കിലും ഞാനൊന്ന് സെറ്റാക്കി എടുത്തത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ എൻ്റെ കേക്കിനെ കുറിച്ച് താഴെ കമൻറ്റ് ഇടണം കേട്ടോ ഗൈസ്. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇമാതിരി കിരീടം വെച്ച പോലെ ഉണ്ട്, സാരമില്ല, എൻ്റെ കേക്കല്ലേ, അതൊക്കെ മതി. ഇനി ഇതേപോലെ ഒരു ഡിസൈൻ താഴെ കൂടെ കൊടുത്താലോ? കൊളാവോ? സാരമില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാതിരുന്നിട്ട് വിഷമം വരണ്ട. അങ്ങനെ ഇതേ ഗൈസ്, നമ്മൾ താഴെ മുകളിലൊക്കെ ഡിസൈൻ കൊടുത്ത് നമ്മുടെ കേക്കിനെ സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട്. ഇത് എന്ത് ഡിസൈനാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, എൻ്റെ മനസ്സിൽ വന്നൊരു ഡിസൈൻ ഞാൻ വരച്ച്, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് മുകളിൽ കുറച്ച് എന്താ പറയുക, മറ്റേ സംഭവമില്ലേ, അതിനെന്താ പറയുക, ഇങ്ങനെ വിപ്പിംഗ് ക്രീം കൊണ്ട് സ്പൈറൽ ഷേപ്പിൽ വരയ്ക്കുന്നൊരു സംഭവമില്ലേ, അത് തന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന സംഭവം. അത് തന്നെ, അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, അതെന്താ അങ്ങനെ പറഞ്ഞു തരേണ്ടതെന്നും എനിക്കറിഞ്ഞൂടാ. ഇതാണ് സംഭവം, അത് തന്നെ. അപ്പോൾ ഇതേ കേസ് നമ്മുടെ കേക്ക് അങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പം നിങ്ങൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ എക്സൈറ്റഡ് ആണോ? ആർ യു ഗൈസ് എക്സൈറ്റഡ്? അപ്പോൾ ഗൈസ് നമുക്ക് ഞാൻ കേക്കിൻ്റെ ലുക്ക് കാണിച്ചു തരാം. ടെൻഡഡാങ്, എങ്ങനെയുണ്ട്?
ആ മഞ്ഞ കളറൊക്കെ എങ്ങനെ ഒപ്പിച്ചു എന്ന് എന്നോട് ചോദിക്കരുത്, അതൊക്കെ ഞാൻ ഒപ്പിച്ചു, അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കേക്ക് കിട്ടിയാൽ ഗൈസ് വലിയ ലുക്കൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് തീറ്റണം, ആ ഒരു പോളിസിയാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഡ്രസ്സ് മാറാനും മേക്കപ്പ് ഇടാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അത് നമുക്ക് മുറിക്കാം. ഇവിടെ പിന്നെ വേറെ ആരുമില്ല, പിന്നെ നിങ്ങളല്ലേ ഉള്ളൂ ഗൈസ്. ഇതൊക്കെ പോരെ. ഗൈസ് നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് പീസ് പപ്പയ്ക്ക് കൊടുക്കാം. ഇതെന്താ എടുത്തിട്ട് വരാത്ത? കിട്ടി വലിയ പീസ്. അപ്പോൾ കടിച്ചു. ഇനി അടുത്തയാൾ. കമോൺ, അടുത്തയാൾക്ക് അടുത്ത കടി. എല്ലാം വലിയ കടി എനിക്ക്. ഇനി ആ പീസ് ഫുള്ള് എനിക്ക്. 2 കടി കടിച്ചെങ്കിലും 100 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ ഒരു കടിയും കൂടെ കടിക്കട്ടെ ഗൈസ്. ഓ കൊള്ളാം, നല്ല അടിപൊളി കേക്ക്, സൂപ്പർ. ഓ ഗൈസ്, ഐ എം സോ ഹാപ്പി. എങ്ങനെ എനിക്ക് സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ തന്നെ സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കി ഞാൻ തന്നെ മുറിച്ചത്. എനിക്ക് സന്തോഷമായി ഗൈസ്. ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടി ഇനി എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഗൈസ്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ ഗൈസ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഞാൻ പീസ് ഫുൾ തിന്ന് തീർത്തിരിക്കും. നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ 128 സബ്സ്ക്രൈബേഴ്സായി. എങ്ങനെയുണ്ട് കേക്കിൻ്റെ ലുക്ക്? കൊള്ളാം അല്ലേ? ഇനി നിങ്ങൾക്കറിയാത്ത 2 സീക്രട്ട് ഞാൻ റിവീൽ ചെയ്യട്ടെ ഈ കേക്കിനെ കുറിച്ച്. ഒന്നാമത്തെ കാര്യം, ഈ മഞ്ഞ കളറ് നിങ്ങൾക്കിത് കണ്ടിട്ട് കളറായിട്ട് ഫുഡ് കളറായിട്ട് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ് ഗൈസ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് കുറേ നാളായെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം മുക്കത്ത് പോയപ്പോഴാണ് ഞാൻ ഈ വിപ്പിംഗ് ക്രീം മേടിക്കുന്നത് തന്നെ. അപ്പോൾ കളറൊന്നും മേടിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. ഞാൻ പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഓടി വരുവാണല്ലോ ചെയ്തത്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിത് എഴുതാനായിട്ട് വേറെ ഒരു വഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ടേസ്റ്റ് മാറ്റമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്ത് മാറ്റി. അതുകൊണ്ട് അത് വലിയ സീനില്ലായിരുന്നു. അപ്പോൾ എഴുതാനും പറ്റി. രണ്ടാമത്തെ കാര്യം, ഞാൻ കേക്ക് കഴിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല ടേസ്റ്റി അടിപൊളി കേക്കായിട്ട് തോന്നിയോ? തോന്നി കാണുമായിരിക്കും. ഞാൻ തന്നെ പറയുന്നുണ്ടല്ലോ, അടിപൊളി കേക്ക്, സൂപ്പർ എന്നൊക്കെ. ബട്ട് ദി റിയാലിറ്റി ഈസ് കേക്കിന് മധുരമില്ലായിരുന്നു. അവിടെ വീട്ടിലുണ്ടായിരുന്ന പഞ്ചസാര തീരാറായി. അപ്പാടെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. ആ കുറച്ച് പഞ്ചസാര വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ കേക്കിന് ഒട്ടും മധുരമില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഒട്ടും മധുരമില്ല. ഒരുമാതിരി ഷുഗർ പേഷ്യൻസിന് കൊടുക്കുന്ന കേക്ക് പോലെ ഉണ്ടായിരുന്നു. അതെൻ്റെ മിസ്റ്റേക്കല്ല, പഞ്ചസാര ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ഇല്ല, ഞാൻ ഉണ്ടാക്കിയ കേക്കിൻ്റെ കുഴപ്പമല്ല. നിങ്ങളോട് ആദ്യം ഞാൻ 2 കാര്യം ഉണ്ടെന്നല്ലേ പറഞ്ഞ കേക്കിനെ കുറിച്ച്. ബട്ട് ഒരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയോ? ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ ടൈമിൽ ആ കുക്കറിലേക്ക് കേക്ക് ഒഴിക്കുന്നത് വരെയുള്ള ഭാഗം നിങ്ങൾ കണ്ടില്ലേ? അത് ഞാൻ ആദ്യം ഉണ്ടാക്കി ഫ്ലോപ്പായ കേക്കിൻ്റെയാണ് നിങ്ങൾ കണ്ടത്. സെയിം സംഭവം, പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ കേക്കിൽ സെയിം ആയിരുന്നു. പക്ഷേ രണ്ടാമത്തേൻ്റെ അല്ല ഞാൻ എടുത്തിട്ടത്. കാരണം എല്ലാം സെയിം സംഭവമാണ്. ആ സംഭവം കറക്റ്റുമാണ്. പിന്നെ എങ്ങനെയാണ് ഫ്ലോപ്പ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കോമഡി. ആ കുക്കറിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ നോക്കിയപ്പോൾ അതിനകത്ത് അവരെന്തോ വെള്ളം ഒഴിക്കുന്നതെന്തോ കണ്ടു. അതായത് കേക്ക് ബാറ്റർ ഭയങ്കര തിക്കാണെങ്കിൽ ഒഴിക്കുന്നതാണ് അവർ ഉദ്ദേശിച്ചത്. എൻ്റെ അപ്പോഴത്തെ പൊട്ട ബുദ്ധിയിൽ എൻ്റെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരുന്നു. ബട്ട് ഞാൻ കുക്കറിൽ നിന്ന് കേക്കിൻ്റെ ആ ബാറ്റർ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് ഒഴിച്ചിട്ട് പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് അത് കുളമാക്കി. എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിഞ്ഞൂടാ. ബട്ട് എന്തായാലും ആ കേക്ക് കുളമായി.
അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ ഉണ്ടാക്കി കേക്ക് ശരിയായി. അതിൻ്റെ അകത്ത് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല. ഞാൻ കറക്റ്റ് ആ കൺസിസ്റ്റൻസിയിലാക്കി ഞാൻ ഉണ്ടാക്കിയ കേക്കാണ് ഞാനിപ്പോൾ ഈ കട്ട് ചെയ്ത കേക്ക്. എന്തായാലും ഈ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ഇടയ്ക്ക് കുറേ കോമഡി സംഭവങ്ങൾ നടന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഇതാദ്യമേ പറയേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ വിട്ടുപോയി. എന്തായാലും ഇപ്പോൾ പറയാം. നിങ്ങളവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ? അത് അങ്ങനെയല്ല ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ സബ്സ്ക്രൈബേഴ്സിനാണ് എഴുതാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഞാൻ എഴുതി വന്നപ്പോൾ അതിന് സ്ഥലം തികയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതിയത്. എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീഡിയോ ഭയങ്കര ലോങ് ആയി പോയല്ലേ ഗൈസ്. ഐ എം സോറി ഗൈസ്. ഒരുപാട് ലെങ്തി ആയിട്ട് തോന്നിയെങ്കിൽ എനിക്കിതെല്ലാം നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കേക്കിൻ്റെ ഇമേജ് ഇവിടെ കൊടുത്തിട്ട് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോക്കോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ കേക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.